അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വൈജ്ഞാനിക സേവന രംഗത്ത് നീണ്ട 60 വർഷക്കാലം പൂർത്തിയാക്കിയ വണ്ടൂർ ജാമിയ വഹബിയയുടെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 60 പ്രഭാഷണ പരമ്പര കഴിഞ്ഞ ദിവസം അഭിവന്യ ഹുജ്ജത്തുൽ ഉലമ മൗലാന ഉദ്ഘാടനം ചെയ്തത് ഓർക്കുമല്ലോ. അതിനുശേഷം ആദ്യമായി നടക്കുന്ന പരിപാടിയാണിത്. പരിമിതമായ സമയത്തിനുള്ളിൽ എന്താണ് ഇസ്ലാം എന്ന വിഷയമാണ് സംസാരിക്കേണ്ടത്. പരിശുദ്ധ ഇസ്ലാമിനെതിരെ ധാരാളം വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും പുതുമയുള്ളതല്ല, എല്ലാം പഴയതാണ്. കാലാകാലങ്ങളിലുള്ള പ്രബോധകരും പണ്ഡിതന്മാരും മറുപടി പറഞ്ഞതാണ്. നാം ഒന്നോർക്കുക, വെളിച്ചത്തിൻ്റെ കൂടെ ഇരുട്ടുണ്ട്, നന്മയുടെ കൂടെ തിന്മയുണ്ട്, സത്യത്തിൻ്റെ കൂടെ അസത്യങ്ങളുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാണ് വിജയി. സത്യാന്വേഷികൾക്ക് തെറ്റിദ്ധാരണകൾ അകറ്റാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വരാൻ പോകുന്ന പ്രഭാഷണങ്ങൾ സഹായകമാകട്ടെ എന്ന് ആശിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യ സമൂഹത്തിൻ്റെ ഇരുലോക വിജയത്തിനായി അന്ത്യപ്രവാചകർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തന്ന നിയമസംഹിതയുടെ പേരാണ് ഇസ്ലാം. ഈ പേര് അല്ലാഹു തആല തന്നെ നൽകിയതാണ്. അവൻ പ്രത്യേകം തിരഞ്ഞെടുത്ത് നമ്മെ അറിയിച്ചതാണ്. ഇതര മതങ്ങളെപ്പോലെ ഏതെങ്കിലും വ്യക്തികളോടോ പ്രദേശങ്ങളോടോ ഗോത്രങ്ങളോടോ സമുദായത്തോടോ ബന്ധപ്പെട്ടതല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാമല്ലാത്ത മറ്റ് വല്ല മതത്തെയും ആരെങ്കിലും അംഗീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അത് അവനിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബിലു വഫീ ഹാദാ. ഈ ഖുർആനിലും ഇതിന് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലും നിങ്ങൾക്ക് അല്ലാഹു തആല പേര് നൽകിയിട്ടുള്ളത് മുസ്ലിങ്ങൾ എന്നാണ്. ആദിമ പിതാവ് ആദം നബി അലൈഹിസ്സലാം മുതലുള്ള മുഴുവൻ പ്രവാചകന്മാരും ഇവിടെ പ്രബോധനം ചെയ്തതിൻ്റെ അടിസ്ഥാന സന്ദേശം, ആശയങ്ങൾ ഒന്നാണെങ്കിലും ആ പ്രവാചകന്മാർക്ക് മുസ്ലിങ്ങൾ എന്ന് പറയുമെങ്കിലും അവരുടെ അനുയായികൾക്ക് മുസ്ലിങ്ങൾ എന്ന നാമമില്ല. അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് മാത്രമായി അല്ലാഹു തആല നൽകിയ സവിശേഷമായ നാമമാണ്. ഇസ്ലാം എന്നാൽ കീഴ്പ്പെടൽ, അനുസരണം, സമർപ്പണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഒരു മുസ്ലിം ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു. അവൻ ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, ഉറങ്ങുന്നത്, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത്, കുടുംബത്തിലെ സമൂഹത്തിലെ അവൻ്റെ എല്ലാ പെരുമാറ്റങ്ങളും, അവൻ്റെ എല്ലാ ഇടപാടുകളും എന്നു വേണ്ട ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിച്ച് റബ്ബിന് സമർപ്പിച്ചവനാണ് ഒരു മുസ്ലിം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അസ്ലിം, അല്ലയോ ഇബ്രാഹിം, നിങ്ങൾ മുസ്ലിമാകുക, റബ്ബിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ലോക രക്ഷിതാവായ റബ്ബിന് വഴിപ്പെട്ടിരിക്കുന്നു, എൻ്റെ ജീവിതം മുഴുവനും ഞാൻ റബ്ബിന് സമർപ്പിച്ചിരിക്കുന്നു. സിൽമ് എന്ന പദധാതുവിൽ നിന്നാണ് ഇസ്ലാം എന്ന പദമുണ്ടാകുന്നത്. ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഈമാൻ, അമ്നിൽ നിന്നാണ് വരുന്നത്. സുരക്ഷ, നിർഭയത്വം, സമാധാനം, രക്ഷ എന്നൊക്കെയാണ് ഈ പദങ്ങളുടെ അർത്ഥം. ഇസ്ലാം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ്, അതിൻ്റെ ഫലമെന്താണ് എന്ന് ഈ പദങ്ങളുടെ അർത്ഥവിശകലനം നമുക്ക് വ്യക്തമാക്കി തരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസി അവനെപ്പോഴും
സമാധാനമുള്ളവനാകുന്നു, അവന് ശാന്തിയുണ്ടാകുന്നു. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും തളരാതെ പിടിച്ചു നിൽക്കാൻ ഇസ്ലാമിക വിശ്വാസം അവന് സഹായകമാകുന്നു. പരലോകത്തും അവന് സമാധാനമാണ്. അവൻ വിജയികളിൽപ്പെട്ട ആളാണ്. അവന് സ്വർഗമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികളോട് അവരെ സ്വീകരിക്കുവാൻ വേണ്ടി സ്വർഗ കവാടത്തിൽ നിൽക്കുന്ന മലക്കുകൾ അവരെ അഭിവാദ്യം ചെയ്യുന്നത് സലാമുൻ അലൈക്കും തിബുത്തും, നിങ്ങളുടെ മേൽ രക്ഷയുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ എന്നാണ്. പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം പ്രകൃതിയോട് ഇണങ്ങിയവനാകുന്നു. ഇസ്ലാം പ്രകൃതി മതമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടാണ് നിലനിൽക്കുന്നത്. നാം വസിക്കുന്ന ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, കോടാനുകോടി നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ തുടങ്ങി എല്ലാം ഒന്നൊന്നുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിസ്മയാവഹമായ വ്യവസ്ഥയിൽ ചപ്പുചവറുകൾ വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിഞ്ഞതല്ല, പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നു. സൂര്യനും ചന്ദ്രനും നമുക്ക് വെളിച്ചവും പ്രകാശവും നൽകുന്നു. ഭൂമി 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് നിലകൊള്ളുന്നത്. ഈ ചെരിവ് കാരണമാണ് ഭൂമിയിലെ കാലാവസ്ഥകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം വർദ്ധിച്ചാലും അപകടമാണ്, അകലം കുറഞ്ഞാലും അപകടമാണ്. അകലം വർദ്ധിച്ചാൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ ചൂട് കാരണം എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലാകും. അകലം കുറഞ്ഞാലോ കൊടും തണുപ്പുകൊണ്ട് ഇവിടെയുള്ള ജീവിതം ദുസ്സഹമാകും. സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ പരീക്ഷണത്തിൻ്റെ ഭാഗമായി അവന് നൽകപ്പെട്ട ഇച്ഛാസ്വാതന്ത്ര്യം റബ്ബിൻ്റെ ഹിതത്തിനനുസരിച്ച്, റബ്ബിൻ്റെ താല്പര്യത്തിനനുസരിച്ച്, അവൻ നിർദ്ദേശിച്ച നിയമത്തിനനുസരിച്ചുകൊണ്ട് അവൻ നിയന്ത്രിക്കുമ്പോൾ ഈ പ്രകൃതിയോട് അവൻ താദാത്മ്യപ്പെട്ടവനാകുകയാണ്. പരിശുദ്ധ ഇസ്ലാം മനുഷ്യന് ലക്ഷ്യബോധം നൽകുന്നു. താൻ ആരാണ്, എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അർത്ഥം എന്ന് ഏതൊരു മനസ്സിലും ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഇസ്ലാം മറുപടി നൽകുന്നു. അഫഹസിബുത്തും അന്നമാ ഖലഖ്നാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബുത്തും, നിങ്ങൾ വിചാരിക്കുന്നോ, അന്നമാ ഖലഖ്നാകും അബസ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ്, നിങ്ങൾക്കെങ്ങനെയും എന്ത് തോന്നിവാസവും ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ? വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളെ നമ്മളിലേക്ക് മടക്കപ്പെടുകയില്ല, വിചാരണയും രക്ഷാശിക്ഷകളുമൊന്നുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നോ? ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ജീവിതവും മരണവും അല്ലാഹു തആല പടച്ചത് നിങ്ങളിൽ നിന്നും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ ഈ ലോകം പരീക്ഷണ ലോകമാണെന്ന ബോധം, പരലോകബോധം, എല്ലാ വിധത്തിലുള്ള അശ്ലീലതകളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനും നന്മകൾ ചെയ്യാനും മനുഷ്യന് പ്രേരണ നൽകുന്നു. ഖുറൈശികളുടെ കഠിനമായ പീഡനം സഹിക്കാൻ കഴിയാതെ ഐത്തോപ്യയിലേക്ക് ചെന്ന സ്വഹാബത്തിനോട് അവിടെയുള്ള നീതിമാനായ ഭരണാധികാരി നജ്ജാശി രാജാവ് മാഹാദദ്ദീൻ, എന്താണ് നിങ്ങൾ ഈ സ്വീകരിച്ച ദീൻ എന്ന് ചോദിച്ചപ്പോൾ അതിന് രാജകൊട്ടാരത്തിൽ വെച്ച് മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സുദീർഘമായ മറുപടി ഏതൊരു സാധാരണ ബുദ്ധിക്കും ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായകമാണ്. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുഹൽ മലിക്, ഏ രാജാവേ, കുന്നാ കൗമൻ അഹില ജാഹിലിയ, ഞങ്ങൾ അജ്ഞതയിലും അന്ധകാരത്തിലും ഇരുട്ടിലും കഴിഞ്ഞിരുന്ന ഒരു ജനതയായിരുന്നു. കുന്നാ നഅ്ബുദുൽ അസ്നാം, ഞങ്ങൾ ബിംബങ്ങൾക്ക് ആരാധിച്ചിരുന്നു. വനഅ്കുലുൽ മൈത, ഞങ്ങൾ ശവം ഭക്ഷിച്ചിരുന്നു. വനഅ്തിൽ ഫവാഹിഷ വനഖ്തഉൽ അർഹാമ വനുസീഉൽ ജിവാർ, ഞങ്ങൾ എല്ലാ ദുർവൃത്തികളും അശ്ലീലതകളും ചെയ്തിരുന്നു. വനഖ്തഉൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ഞങ്ങൾ തകർത്തിരുന്നു, സ്നേഹബന്ധങ്ങൾ ശിഥിലമായിരുന്നു. വനുസീഉൽ ജിവാർ, അയൽവാസികളോട് ഞങ്ങൾ മോശമായി പെരുമാറിയിരുന്നു. വയഅ്കുലുൽ ഖവിയ്യു മിനൽ ലഈഫ്, ഞങ്ങളിൽപ്പെട്ട ശക്തർ ദുർബലരെ അടിച്ചമർത്തിയിരുന്നു. അങ്ങനെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരാകുകയും അനീതിയും അക്രമവും നടമാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിൽപ്പെട്ട
ഒരു ദൂതനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിലേക്ക് അയച്ചു. ആ ദൂതനെ ഞങ്ങൾക്കറിയാം. ആ ദൂതൻ്റെ പ്രശസ്തമായ കുടുംബം, ചെറുപ്പം മുതലുള്ള അവരുടെ വിശുദ്ധമായ സത്യസന്ധത നിറഞ്ഞ ജീവിതം ഞങ്ങൾക്കറിയാം. അങ്ങനെ ആ ദൂതൻ ഞങ്ങളിലേക്ക് വന്ന് ഞങ്ങളെ ഏകനായ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. കുടുംബ ബന്ധങ്ങളുടെ, സ്നേഹബന്ധങ്ങളുടെ പവിത്രതയും പ്രാധാന്യവും ഞങ്ങളെ പഠിപ്പിച്ചു. എല്ലാവിധത്തിലുള്ള അശ്ലീലതകളും ദുർവൃത്തികളും ഞങ്ങളോട് നിരോധിച്ചു. നന്മകൾ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. ഇങ്ങനെ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, സുദീർഘമായ മറുപടി നീട്ടുന്നില്ല. ചുരുക്കത്തിൽ ഇസ്ലാം അത് നന്മയാണ്. ഇസ്ലാം അത് സ്നേഹത്തിൻ്റെ മതമാണ്, കാരുണ്യത്തിൻ്റെ മതമാണ്, സാഹോദര്യത്തിൻ്റെ മതമാണ്, നീതിയുടെ മതമാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശാലമായ ഈ മേഖലകളിൽ നിന്ന് അല്പാൽപമായി അടുത്തു വരുന്ന പ്രഭാഷണങ്ങളിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു തആല സഹായിക്കുമാറാവട്ടെ. നാം ഏവരെയും മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കുവാനും സാലിഹീങ്ങളോടൊപ്പം ചേരാനും അല്ലാഹു തആല തുണക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.